അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകുമ്പോൾ, വ്യതിയാന ചിന്തകൾ ഉടലെടുക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനും ആളുകളെ ശരിയായ ഇസ്ലാമിന്റെ പാതയിലേക്ക് തിരിച്ചു വിളിക്കാനും ഏത് കാലഘട്ടത്തിലും വിവരമുള്ള വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ പരിശ്രമിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായി കൊണ്ട് സംസാരിച്ചതും അവിടെ വിഷയത്തിൽ ഇടപെട്ടതുമൊക്കെ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കടന്നുവന്ന് മഹാരഥന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ സമൂഹത്തിൽ ഉടലെടുത്തിട്ടുള്ള വ്യതിയാന കക്ഷികളെ തുറന്നു കാണിക്കുകയും ശരിയായ ഇസ്ലാമിലേക്ക് അഹ്ലുസുന്നയിലേക്ക് ആളുകളെ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ ഏത് കാലഘട്ടത്തിലും ജീവിച്ച അഹ്ലുസുന്ന പണ്ഡിതന്മാർ നടത്തിയ ദൗത്യമതാണ്. നമ്മുടെ കേരളത്തിലും മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള, മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അടക്കമുള്ള നേതാക്കന്മാർ ചെയ്തു വന്നതും ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർ നടത്തി വരുന്നതും ആ ഒരു ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള വ്യതിയാന കക്ഷികളിലേക്ക്, വ്യതിയാനങ്ങളിലേക്ക് ആളുകൾ പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്തേണ്ട വലിയൊരു ബാധ്യത എന്ന് പറയുന്നത് സമൂഹത്തിലെ പണ്ഡിതന്മാർക്കാണ്. ആ പണ്ഡിതന്മാരുടെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ഒരു അഭിമാന സ്തംഭമായ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനം നിർമ്മിക്കുകയും അതിൽ നിന്ന് ദീൻ പഠിച്ച ആഴത്തിൽ വിവരമുള്ള പക്വമതികളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ തുടങ്ങി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിന്റെ 3ാമത്തെ സനദ്ദാന സമ്മേളനമാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം 6, 7, 8 തീയതികളിൽ ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുന്നത്. സമൂഹത്തിലേക്ക് വെറുതെ ചില ആളുകളെ, ബിരുദധാരികളെ പറഞ്ഞയക്കുക എന്നതല്ല, നേരെ മറിച്ച് പക്വതയും ദീർഘവീക്ഷണവുമുള്ള, സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള, അതിനാവതും വിജ്ഞാനവുമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ജാമിയത്തുൽ ഹിന്ദിനെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. അൽഹംദുലില്ലാ, അതിന്റെ 2 കോൺവെക്കേഷനുകൾ കഴിഞ്ഞു. അതിന്റെ ഹിക്മിമാർ ഇന്ന് ലോകത്ത് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അതിന്റെ 3ാമത്തെ ഒരു കോൺവെക്കേഷനാണ് ഇൻഷാ അല്ലാഹ് ഈ ഫെബ്രുവരി മാസത്തിൽ 6, 7, 8 തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പരിപാടികൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 6, 7 തീയതികളിൽ ജാമിയത്തുൽ ഹിന്ദിൽ വെച്ചുകൊണ്ട് വിവിധങ്ങളായ 2 ക്യാമ്പസുകളിലും വെച്ചുകൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നുണ്ട്. 8ാം തീയതിയാണ് അതിന്റെ സമാപന സമ്മേളനവും സന്നദ്ധാന സമ്മേളനവും. അതിന്റെ സന്നദ്ധാന സമ്മേളനം വിപുലമായ രീതിയിൽ നമ്മൾ വേങ്ങര സബാഹ് സ്ക്വയറിൽ വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളെയും ഈ 3 ദിവസങ്ങളിലും ഉള്ള പരിപാടികളിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അത് വരികയും വിജ്ഞാനവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പുലർത്താനുള്ള അവസരമാണ്. എല്ലാ ആളുകളും ഇത് ഉപയോഗപ്പെടുത്തണം. എല്ലാവരെയും ഈ 3 ദിവസങ്ങളും, പ്രത്യേകിച്ചും അവസാന ദിവസത്തിൽ വേങ്ങര സബാഹ് സ്ക്വയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.